നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളൂരുവിൽ വിവിധ കേസുകളിലായി പിടികൂടിയ 82 കോടിയുടെ മയക്കുമരുന്ന് നശിപ്പിച്ചു. 59 NTPS കേസുകളിൽ ഉൾപ്പെട്ട ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. ചെറുവത്തൂരിൽ മലഞ്ചരക്ക് സ്ഥാപനത്തിൽ തീപിടുത്തം. ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. പെരുമ്പള ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തി 28 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം. ആശങ്കയിൽ സ്കൂൾ അധികൃതർ. പൈവളികയിൽ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന്റെ പേരുമാറ്റി മറ്റൊരാളുടെ പേര് പഞ്ചായത്തിലെ മരണ രജിസ്റ്റർ ബുക്കിൽ എഴുതി ചേർത്തതായി പരാതി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. 80 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. കാസർഗോഡ് വട്ടംപാറയിൽ ഡോക്ടറെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഹൃദയാഘാതമെന്ന് പ്രാഥമിക നിഗമനം. വാർത്തകൾ വിശദമായി. മംഗളൂരുവിൽ വിവിധ കേസുകളിലായി പിടികൂടിയ 82 കോടിയുടെ മയക്കുമരുന്ന് നശിപ്പിച്ചു. 16 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായി രജിസ്റ്റർ ചെയ്ത 59 NTPS കേസുകളിൽ ഉൾപ്പെട്ട ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. വിവിധ മയക്കുമരുന്നു കേസുകളിലായി പോലീസ് പിടിച്ചെടുത്ത 82 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുകൾ മംഗളൂരു സിറ്റി പോലീസ് നശിപ്പിച്ചു. 16 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായി രജിസ്റ്റർ ചെയ്ത 59 NTPS കേസുകളിൽ ഉൾപ്പെട്ട ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. കോടതിയുടെ പ്രത്യേക അനുമതിയോടെ കഴിഞ്ഞ ദിവസം മുൽക്കിയിലെ കൊൾനാട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വെച്ചായിരുന്നു നടപടി. ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് മയക്കുമരുന്നുകൾ തീയിട്ട് നശിപ്പിച്ചത്. 450 കിലോയിലധികം കഞ്ചാവ്, 43.26 കിലോ MDMA, 880 ഗ്രാം ഹൈഡ്രോവീഡ്, 1.2 കിലോ ബാങ്ക്, 80 ഗ്രാം ചരസ് എന്നിവയാണ് നശിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നത്. കർണാടകയിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് നശിപ്പിക്കലാണ് കൊൾനാട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നടന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. ചെറുവത്തൂരിൽ മലഞ്ചരക്ക് സ്ഥാപനത്തിൽ തീപിടുത്തം. ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. ചെറുവത്തൂരിൽ മലഞ്ചരക്ക് സ്ഥാപനത്തിൽ തീപിടുത്തം. ചെറുവത്തൂർ കയ്യൂർ റോഡിന് സമീപമുള്ള IB ട്രേഡേഴ്സ് മലഞ്ചരക്ക് സ്ഥാപനത്തിലെ കൊപ്ര ശേഖരത്തിനാണ് തീപിടിച്ചത്. വ്യാഴാഴ്ച രാവിലെ 7ഓടെയാണ് സംഭവം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃക്കരിപ്പൂരിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. സേനയുടെ സമയോചിതമായ ഇടപെടലിലൂടെ അരമണിക്കൂറിനകം തീ പൂർണ്ണമായും അണച്ചു. സമീപത്തെ മറ്റ് കടകളിലേക്കും കെട്ടിടങ്ങളിലേക്കും തീ പടരുന്നത് തടയാനായതോടെ വൻ ദുരന്തം ഒഴിവായി. മെട്ടമ്മൽ സ്വദേശി ME അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പെരുമ്പള ഗവൺമെന്റ് LP സ്കൂളിൽ 28 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. സ്കൂൾ ഗ്രൗണ്ട് ഒരുക്കിയപ്പോൾ ബാക്കി വന്ന മൺകൂനയിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഏതു സമയത്തും മണ്ണിടിഞ്ഞ് തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റിയില്ലെങ്കിൽ വലിയ ദുരന്തം തന്നെ സംഭവിക്കുമെന്ന ആശങ്കയാണ് നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും പങ്കുവയ്ക്കുന്നത്. പെരുമ്പള പ്രദേശത്തിന് കാലങ്ങളായി വിദ്യ പകർന്നു നൽകുന്ന പെരുമ്പള ഗവൺമെന്റ് LP സ്കൂളിൽ 28 വർഷത്തോളം പഴക്കമുള്ള ഈ കെട്ടിടമാണ് കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. സ്കൂൾ ഗ്രൗണ്ട് ഒരുക്കിയപ്പോൾ ബാക്കി വന്ന വലിയ മൺകൂനയിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. വിദ്യാലയത്തിൻ്റെ ഒരു കെട്ടിടത്തിൽ നിന്നും രണ്ടാമത്തെ കെട്ടിടത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിലാണിതുള്ളത്. മഴക്കാലമായതിനാൽ ഏത് സമയത്തും മണ്ണിടിഞ്ഞ് കെട്ടിടം തകർന്നു വീണേക്കാവുന്ന ആശങ്കയാണ് നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും പങ്കുവയ്ക്കുന്നത്. കെട്ടിടം പൊളിച്ചു മാറ്റുവാൻ വേണ്ടി നിരന്തരം പഞ്ചായത്ത് അധികൃതർക്കും ബന്ധപ്പെട്ടവർക്കും നിവേദനം സമർപ്പിച്ചുവെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ലെന്ന് സ്കൂൾ PTA പ്രസിഡന്റ് മുഹമ്മദ് റിഫാസ് KCN ന്യൂസിനോട് പറഞ്ഞു. 20 വർഷത്തിന് മുകളിലായി ഈ മുകളിൽ കാണുന്ന ബിൽഡിംഗ് ഉപയോഗശൂന്യമായി എടുക്കുകയാണ്. ഗ്രൗണ്ട് ലെവലിങ്ങിനും മറ്റുമായി മണ്ണ് കുറച്ച് എടുക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിലാണ് ഈ നിലയിൽ വന്നത്. ഇപ്പോൾ ഏകദേശം 4 വർഷത്തോളം മുകളിലായി ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികളെ നിരന്തരം നിവേദനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല. ഓരോ കാലവർഷം വരുമ്പോഴും സൈഡിൽ നിന്നൊക്കെ മണ്ണ് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മളെ കുട്ടികളെ സുരക്ഷയ്ക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു മാറ്റേണ്ട തീരുമാനം അധികാരി ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തിന്റെ അധികാരത്തിലുള്ള സ്കൂളാണിത്. ഇപ്പോൾ ചെമ്മനാട് പഞ്ചായത്താണ് ഇതിന്റെ അധികാരികൾ.
നിലവിൽ 50ഓളം കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത്. ചെറിയ കുട്ടികളായതിനാൽ ഈ കെട്ടിടത്തിന്റെ പരിസരത്തേക്ക് പോകാതെ അവരെ അധ്യാപകർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായി വരുന്നു. കെട്ടിടം അപകടാവസ്ഥയിലുള്ളതിനാൽ മഴക്കാലമായാൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടുവാൻ രക്ഷിതാക്കൾ മടി കാണിക്കുകയാണ്. പുതുതായി വിദ്യാർത്ഥികളെ ഈ സ്കൂളിൽ ചേർക്കുന്നതിനും ഈ കെട്ടിടം തടസ്സമാകുന്നു. ഇത്തരത്തിൽ സ്കൂളിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നതിനാൽ ഈ കെട്ടിടം പൊളിച്ചു നീക്കി സുരക്ഷിതമായ പഠന സാഹചര്യമുണ്ടാക്കണമെന്നാണ് സ്കൂളിലെ അധ്യാപികമാരുൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ഞാനിവിടുത്തെ പ്രീ പ്രൈമറി അധ്യാപികയാണ്. ഏകദേശം 12 വർഷത്തോളമായി ഞാനിവിടെ ജോലി നോക്കുന്നു. അപ്പോൾ ഈ രക്ഷിതാക്കൾ രാവിലെ കുട്ടികളെ കൊണ്ടുവിടാൻ വരുമ്പോൾ ആശങ്കയോടെയാണ്, ചില മഴയുള്ള ദിവസങ്ങളിൽ ആശങ്കയോടെയാണ് ഈ ബിൽഡിങ്ങിനെ നോക്കിക്കാണുന്നത്. ഇത് ഞങ്ങളിലും ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്റർവെല്ലിന് കുട്ടികൾ പുറത്തിറങ്ങുമ്പോഴും ഒരു കണ്ണ് നമ്മൾ കുട്ടികളിൽ മേലെ ചുമത്തേണ്ട ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനെ പൊളിച്ചു മാറ്റാനുള്ള ഒരു ഇത് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഒരുപാട് തവണ അധികൃതരെ സമീപിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പം ഓരോ വർഷക്കാലവും ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. കൊടുത്തിട്ടുണ്ട്, MLA-ക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ എത്രയും പെട്ടെന്ന് മാറ്റണം. ചെറിയ കുട്ടികളല്ലേ. അപ്പൊ ഗവൺമെന്റ് LP സ്കൂൾ പെരുമ്പളയാണിത്. ഈ മുകളിൽ കാണുന്ന ബിൽഡിംഗ് കുട്ടികൾക്ക് സുരക്ഷമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്കൂൾ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികൃതരോട് കുറെ കാലങ്ങളായി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ അതിന് അനുകൂലമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അൺഫിറ്റ് അല്ലാത്ത ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കാൻ ഗവൺമെന്റ് പറയുമ്പോഴും ഇത് ഫിറ്റാണ് എന്ന ഒരു ഇതിലാണ് അറിയിക്കുന്നത്. പക്ഷെ ഫിറ്റായാൽ പോലും ഈ കുന്നിന് മുകളിലുള്ള ഈ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം കുട്ടികൾക്ക് വളരെയധികം ജീവന ഭീഷണിയാണ്. കൂടാതെ മറ്റ് ക്ഷുദ്രജീവികളടക്കം അവിടെ വിഹരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് അനുകൂലമായ നടപടികൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകണമെന്നാണ് അറിയിക്കാനുള്ളത്. ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നതിനാൽ കെട്ടിടം ഇഴജന്തുക്കളുടെ വിഹാരകേന്ദ്രമായി മാറിയിട്ടുണ്ടെന്നും ഇത് കുട്ടികൾക്ക് ഭീഷണിയാണെന്നും അധ്യാപികമാർ കൂട്ടിച്ചേർത്തു. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സ്കൂൾ PTA-യുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ MLA-ക്കും പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ ജില്ലാ കളക്ടർക്ക് കൂടി പരാതി നൽകുവാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏത് സമയത്തും തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലാണ് ഈ കെട്ടിടമുള്ളത്. അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ സ്കൂളിൽ സംഭവിക്കുമെന്നാണ് PTA ഭാരവാഹികളും അതുപോലെ തന്നെ അധ്യാപകരും പറയുന്നത്. ക്യാമറമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. പൈവളികയിൽ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് മാറ്റി മറ്റൊരാളുടെ പേര് പഞ്ചായത്തിന്റെ മരണ രജിസ്റ്റർ ബുക്കിൽ എഴുതി ചേർത്തതായി പരാതി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മരിച്ച സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് മായ്ച്ച് മറ്റൊരാളുടെ പേര് പഞ്ചായത്തിന്റെ മരണ രജിസ്റ്റർ ബുക്കിൽ എഴുതി ചേർത്തു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പൈവളികെ പഞ്ചായത്ത് ഓഫീസിലെ രജിസ്റ്ററിലാണ് മരിച്ച സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് മാറ്റി എഴുതിയത്. 2011 ആഗസ്റ്റ് 17 മരിച്ച കമലയുടെ മരണം രജിസ്റ്റർ ചെയ്തതിൽ തുക്ര എന്നായിരുന്നു ഭർത്താവിന്റെ പേരായി ചേർത്തിരുന്നത്. ഇത് മായിച്ച് ഗുരുവ എന്ന പേര് ചേർത്തെന്നാണ് പരാതി. പഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ മഞ്ചേശ്വരം പോലീസാണ് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. സ്റ്റേഷൻ റോഡിലെ VS കോംപ്ലക്സിന് സമീപത്തു നിന്നാണ് 80 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംഭവത്തിൽ എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചു. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. സ്റ്റേഷൻ റോഡിലെ VS കോംപ്ലക്സിന് സമീപത്തു നിന്നാണ് 80 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഹോസ്ദുർഗ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ K ദിനേശനും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. NDPS പ്രകാരം കേസെടുത്തു. ആരാണ് വളർത്തിയതെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. ചെടി കസ്റ്റഡിയിലെടുത്തു. പ്രിവന്റീവ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ RK അരുൺ, M ശ്യാംജിത്ത്, TV അതുൽ, ഡ്രൈവർ മൈക്കിൾ ജോസഫ് എന്നിവരും പരിശോധക സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ബട്ടംപാറയിൽ ഡോക്ടറെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഹൃദയാഘാതമാണെന്ന് പ്രാഥമിക നിഗമനം. മഞ്ചേശ്വരം വോർക്കാടി സ്വദേശിയായ ഡോക്ടർ രാജേന്ദ്ര ഷെട്ടിയെ കഴിഞ്ഞ ദിവസമാണ് കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫോണിൽ പലതവണ ബന്ധപ്പെട്ടിട്ടും യാതൊരു പ്രതികരണവും ലഭിക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നേരിട്ട് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
കഴിഞ്ഞ ദിവസമാണ് മഞ്ചേശ്വരം വർക്കാടി സ്വദേശിയായ ഡോക്ടർ രാജേന്ദ്ര ഷെട്ടിയെ കാസർഗോഡ് വട്ടമ്പാറയിലെ കൃഷ്ണ തിയേറ്ററിന് സമീപമുള്ള വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിനുള്ളിലെ കുളിമുറിയിൽ വീണുകിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഫോണിൽ പലതവണ ബന്ധപ്പെട്ടിട്ടും യാതൊരു പ്രതികരണവും ലഭിക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നേരിട്ട് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവർ പരിസരവാസികളെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. മൃതദേഹത്തിന് ഏതാനും ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കാസർഗോഡ് ടൗൺ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. തുടർന്ന് കൂടുതൽ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കുമായി മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ മൃതദേഹം ബുധനാഴ്ച തന്നെ സംസ്കരിച്ചു. ഡോക്ടറുടെ മരണം ഹൃദയാഘാതം മൂലമാണെന്നാണ് പ്രാഥമിക നിഗമനം. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ മരണത്തിന്റെ കൃത്യമായ സമയവും കാരണവും വ്യക്തമാകൂവെന്ന് പോലീസ് അറിയിച്ചു. അവിവാഹിതനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര ഷെട്ടി കഴിഞ്ഞ 16 വർഷമായി വട്ടമ്പാറയിലെ ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. കാസർഗോഡ് കിംസ് ആശുപത്രിയിലും ചെങ്കള സഹകരണ ആശുപത്രിയിലും ദീർഘകാലം ഡോക്ടറായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം കഴിഞ്ഞ 2 വർഷമായി പൂർണ്ണമായും വിശ്രമ ജീവിതത്തിലായിരുന്നു. പരേതരായ സീതാരാമ ഷെട്ടിയുടെയും സുന്ദരി ഷെട്ടിയുടെയും മകനാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ച കേസിൽ പ്രതിക്ക് 1 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. മഞ്ചേശ്വരം മീഞ്ച മിയാപദവ് ലക്ഷം വീട്ടിൽ താമസിക്കുന്ന വിൻസെന്റ് ഡിസൂസയെയാണ് ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വീട്ടിൽ അനധികൃതമായി കഞ്ചാവ് സൂക്ഷിച്ച കേസിൽ പ്രതിക്ക് തടവ് ശിക്ഷയും പിഴയും വിധിച്ച് കോടതി. മഞ്ചേശ്വരം താലൂക്കിലെ മീഞ്ച ഗ്രാമം മിയാപദവ് ലക്ഷം വീട്ടിൽ താമസിക്കുന്ന വിൻസെന്റ് ഡിസൂസയെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ജഡ്ജ് രാമു രമേശ് ചന്ദ്രഭാനുവാണ് പ്രതിക്ക് 1 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. പിഴയടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 2 മാസം കൂടി അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2020 ജൂൺ 15 ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിൻസെന്റ് ഡിസൂസയെ പോലീസ് പിടികൂടിയത്. ഇയാളുടെ വീട്ടിലെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ 3.800 കിലോ കഞ്ചാവ് പോലീസ് കണ്ടെത്തുകയായിരുന്നു. മഞ്ചേശ്വരം സബ് ഇൻസ്പെക്ടറായിരുന്ന എ ബാലചന്ദ്രൻ, ASI രാമചന്ദ്രൻ, പോലീസ് ഉദ്യോഗസ്ഥരായ മനു, അഭിജിത്ത് മോഹൻ, തൃഷ്ണ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കഞ്ചാവുമായി പിടികൂടിയത്. തുടർന്ന് മഞ്ചേശ്വരം ഇൻസ്പെക്ടർമാരായിരുന്ന അനൂപ് കുമാർ, ഷൈൻ KP എന്നിവർ കേസന്വേഷണം പൂർത്തിയാക്കി. അരുൺദാസാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ചന്ദ്രമോഹൻ ജി, അഡ്വക്കേറ്റ് ചിത്രകല എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പരപ്പയിൽ മദ്യലഹരിയിൽ അപകടകരമാം വിധം ഥാർ ജീപ്പ് ഓടിച്ചു വന്ന ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് ധർമ്മപുരി സ്വദേശി D. ശ്യാംരാജിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരപ്പയിൽ മദ്യലഹരിയിൽ അപകടകരമാം വിധം ഥാർ ജീപ്പ് ഓടിച്ചു വന്ന ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് ധർമ്മപുരി സ്വദേശി D. ശ്യാംരാജിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരപ്പ ടൗണിലാണ് സംഭവം. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ ടയർ പൊട്ടിയ നിലയിലാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മദ്യലഹരിയിലായിരുന്നു ഡ്രൈവർ എന്ന് നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വെള്ളരിക്കുണ്ട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഡ്രൈവറെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പരപ്പ. LSS പരീക്ഷയിൽ മികച്ച വിജയശതമാനം നേടിയ സ്കൂൾ എന്ന നേട്ടം സ്വന്തമാക്കിയ തൃക്കരിപ്പൂരിലെ വൾവക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി. അനുമോദന ചടങ്ങ് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. വൾവക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് 2025-26 വർഷം പരീക്ഷ എഴുതിയ 14 വിദ്യാർത്ഥികളിൽ 7 പേരാണ് LSS സ്കോളർഷിപ്പിന് അർഹത നേടിയത്. വിദ്യാർത്ഥികളുടെ ഈ മികച്ച വിജയത്തിനു പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും അധ്യാപക രക്ഷകർതൃ സമിതിയുടെയും വിദ്യാലയ വികസന സമിതി അംഗങ്ങളെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. സ്കൂൾ
ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുല്ല അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ വിശിഷ്ടാതിഥിയായിരുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് VNP ഫൈസൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK പ്രസന്ന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV സുനീറ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M സുഹറ, M മുഹമ്മദ് കുഞ്ഞി, സ്കൂൾ പ്രധാനാധ്യാപിക UPV ശ്രീജ, PV അബ്ദുള്ള, TV മധു, C കുമാരൻ, അഷ്റഫ് മുൻഷി, TM അമീർ ഹാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കാസർഗോഡ് ജില്ലയുടെ നേതൃത്വത്തിൽ ഈറ്റ് റൈറ്റ് കേരളം സേഫ് ഓണം 2026 പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണക്കാലത്ത് സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കാസർഗോഡ് ജില്ലയുടെ നേതൃത്വത്തിൽ ഈറ്റ് റൈറ്റ് കേരളം സേഫ് ഓണം 2026 പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് സിറ്റി ടവറിൽ വെച്ച് പരിപാടിയുടെ ഉദ്ഘാടനം കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഹാജി നിർവഹിച്ചു. നല്ല രീതിയിൽ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് പലപ്പോഴും പലരും നമ്മുടെ ഈ കാസർഗോഡ് ഭാഗങ്ങളിൽ മാത്രമല്ല പല ഭാഗങ്ങളിലും ഉണ്ടാവും. പലരും നല്ല വൃത്തിയിൽ വെക്കണം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിൻ്റെ ആൾ വന്നാൽ എന്തെങ്കിലും കൈനോട്സിൽ വിടാനില്ല. അത് ശുദ്ധമായ രീതിയിൽ വൃത്തിയുള്ള രീതിയിൽ വെക്കാൻ പോലും പലരും തയ്യാറാകാത്ത സാഹചര്യമാണ് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നത്. അവസാനം എന്തെങ്കിലും ഭക്ഷ്യവിഷബാധയായിട്ട് ആരെങ്കിലും മരിച്ച് കേസാകുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ചെയ്തതെല്ലാം മറ്റേതായി കയ്യബദ്ധം പറ്റിയാൽ മറ്റേതെന്ന് പറയാം. ഒരാളുടെ ജീവൻ കൊണ്ടാണ് കളിക്കുന്നതെന്ന് കൂടി ഓർക്കേണ്ടത് ഈ ഹോട്ടൽ ഉടമസ്ഥനാണ്, ഹോട്ടലും ബേക്കറി ആയിരുന്നു. ചടങ്ങിൽ കാസർഗോഡ് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ സംഗീത് S അധ്യക്ഷത വഹിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C ചന്ദ്രൻ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രഘുവീർ പൈ, സെക്രട്ടറി ബിജു ചുള്ളിക്കര തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ജില്ലയിലെ വിവിധ മേഖലകളിലെ ഭക്ഷ്യസംരംഭകർക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു. ജില്ലയിലെ മുഴുവൻ മേഖലയിലുള്ള ഭക്ഷ്യസംരംഭകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുസ്ലിം ലീഗിൽ ഒരാൾക്ക് ഒരു പദവി വ്യവസ്ഥ കർശനമായി നടപ്പാക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചതോടെ ജില്ലയിലെ ലീഗ് നേതൃത്വത്തിലും അഴിച്ചുപണി. ഇതോടെ കല്ലട്ര മാഹിൻ ഹാജിക്ക് ലീഗ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും UDF ചെയർമാൻ സ്ഥാനവും ഒഴിയേണ്ടി വരും. മുസ്ലിം ലീഗിൽ ഒരാൾക്ക് ഒരു പദവി വ്യവസ്ഥ കർശനമായി നടപ്പിലാക്കുവാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചതോടെ കാസർഗോഡ് ജില്ലയിലെ ലീഗ് നേതൃത്വത്തിലും അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു. പാർലമെന്ററി പദവിയിലുള്ളവർ സംഘടനാ പദവി ഒഴിയണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ആവശ്യപ്പെട്ടത്. പാർട്ടിയിലെ മന്ത്രിമാരും MLAമാരും നിലവിൽ വഹിക്കുന്ന പാർട്ടി ഭാരവാഹിത്വങ്ങളും പോഷക സംഘടനകളിലെ പദവികളും അടിയന്തിരമായി ഒഴിയണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ഇതോടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച കല്ലട്ര മാഹിൻ MLAക്ക് 2 പദവികൾ ഒഴിയേണ്ടി വരും. അദ്ദേഹം നിലവിൽ വഹിക്കുന്ന മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പദവിയും അതോടൊപ്പം UDF ജില്ലാ ചെയർമാൻ സ്ഥാനവുമാണ് ഒഴിയേണ്ടി വരിക. മുസ്ലിം ലീഗിൻ്റെയും UDFിൻ്റെയും ശക്തമായ കോട്ടയായ കാസർഗോഡ് ജില്ലയിൽ ഒരേ സമയം 2 പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് പുതിയ നേതാവിനെ കണ്ടെത്തുകയെന്ന വെല്ലുവിളിയാണ് പാർട്ടിക്ക് മുന്നിലുള്ളത്. സംഘടനയെ അടിത്തട്ടിൽ ശക്തമായി നിർത്തുവാൻ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന നേതാവിനെയാണ് മുസ്ലിം ലീഗിന് ആവശ്യം. നിലവിലെ ഭാരവാഹികളിൽ നിന്നോ മുതിർന്ന നേതാക്കളിൽ നിന്നോ ഒരാൾ ഈ പദവിയിലേക്ക് എത്തിയേക്കാം. UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും ലീഗിനായതിനാൽ മുന്നണിയിലെ ഘടകകക്ഷികളെ ഒന്നിച്ചു കൊണ്ടുപോകുവാനും രാഷ്ട്രീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുവാനും പ്രാപ്തിയുള്ളയാളെയാണ് പരിഗണിക്കുന്നത്. കല്ലട്ര മാഹിൻ പദവികൾ ഒഴിയുന്നതോടെ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള പ്രമുഖ നേതാക്കളുടെ പേരുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുറഹിമാൻ, ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി, മുൻ കാസർഗോഡ് MLAയും നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ NA നെല്ലിക്കുന്നു തുടങ്ങിയവരുടെ പേരുകൾ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. ഇവരിൽ ആരെങ്കിലും പ്രസിഡന്റായാൽ ഈ സ്ഥാനങ്ങളിലേക്കും പുതിയ ആളുകളെ കണ്ടെത്തേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജെന്നി ഫ്ലവർ ഇന്റർനാഷണലിന്റെ പടന്നക്കാട് തോട്ടം സ്റ്റോപ്പിലുള്ള ആർട്ട് ഗ്യാലറിയിലേക്ക് ജീവോദയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സന്ദർശനം നടത്തി. ജെന്നി ഫ്ലവർ ഇന്റർനാഷണലിന്റെ പടന്നക്കാട് തോട്ടം സ്റ്റോപ്പിലുള്ള ആർട്ട് ഗ്യാലറിയിലേക്ക് ജീവോദയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം സന്ദർശനം നടത്തി. ആർട്ട് ഗാലറി ഉടമയും കലാകാരനും പ്രവാസിയും ബിസിനസ്സുകാരനും
പുരാവസ്തു സംരക്ഷകനുമായ ജെന്നി ജോസഫ് പരിപാടിക്ക് നേതൃത്വം നൽകി. ജലസിറ്റി ചാനലിൽ നിന്നാണത്. സോ വോട്ട് സേ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കുറച്ച് സമയം ഇവരൊപ്പം സ്പെൻഡ് ചെയ്ത സമയത്ത് നമ്മളെ നിന്ന് ഇവരുമായിട്ട് നല്ലൊരു രീതിയിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റി, നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. സത്യം പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഇവരെല്ലാം ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്താ ഇനി ഇവരോട് പറയാനുള്ളത്? മറ്റുള്ള കുട്ടികളോട് പറയാൻ എന്താ മെസ്സേജ് അല്ലേ? അതായത് നമ്മളിൽ നിന്ന് മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മളെ സമൂഹത്തിൽ ഇതേപോലെയുള്ള ആൾക്കാരുമായിട്ട് കുറച്ചും കൂടി സമ്പർക്കം ഉണ്ടാക്കണം. അതുവഴി നമുക്ക് നമ്മളുടെ ഒരു മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കാൻ പറ്റും. കാരണം നമുക്ക് ചുറ്റിലുള്ള സമൂഹത്തിലുള്ള ഇതേപോലെയുള്ള കുട്ടികളായിട്ട് ഇടപെടുമ്പോൾ നമ്മൾക്ക് നമ്മളിൽ നിന്നൊരു ഡെവലപ്മെന്റ് ഉണ്ടാവാൻ കഴിയും. ഒത്തിരി സന്തോഷം ജനിച്ചാൻ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. കൂടാതെ പറയാനുള്ള, ഞങ്ങള് കരിക്കുലമായിട്ട് മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ജനിച്ചായം വന്ന് ഒരു ഫ്ലവറിങ് തെറാപ്പിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കുട്ടികൾക്ക് ഒത്തിരി ഗുണം ചെയ്തു. ഞങ്ങൾ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ന് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഓരോ പാർക്കിലും ബീച്ചിലും ഒക്കെ കുട്ടികളെ കൊണ്ടുപോകണം, അവരെ സംസാരിപ്പിക്കണം. അപ്പൊ അങ്ങനെയുള്ള ബേക്കറി, ഹോട്ടല്, പിന്നെ അങ്ങനെയൊക്കെ കുട്ടികളെ കൊണ്ടുപോയി ഒരു ഔട്ടിങ് പഠിക്കുള്ളൂ. അപ്പൊ നമ്മള് ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള രീതിയിൽ ഇനി മുന്നോട്ട് ആ അഭിപ്രായം മുന്നിൽ കണ്ട് നീങ്ങാൻ തീരുമാനിക്കും. ഒത്തിരി നന്ദി. താങ്ക് യു. ജിയോദയ സ്പെഷ്യൽ സ്കൂളിന്റെ പേരിൽ സിറ്റി ടിവിക്ക് താങ്ക് യു. സംസ്ഥാന ഡിസബിലിറ്റി അഡ്വൈസറി ബോർഡ് മെമ്പർ മുഹമ്മദ് അലി നവാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിംഫണി ഗ്രൂപ്പ് അംഗമായ ജാബിർ പടന്നക്കാട്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ശ്രീജിത്ത് നിലായി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെഹ്റു കോളേജ് NSS ടീം അംഗങ്ങൾ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളോടൊപ്പം ആർട്ട് ഗാലറി സന്ദർശിക്കുകയും കലാപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കും NSS വിദ്യാർത്ഥികൾക്കും വളരെ പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു ഇത് പകർന്നത്. ആർട്ട് ഗാലറിയിലെ സന്ദർശനവും കലാവിരുന്നിനും ജീവോദയ സ്പെഷ്യൽ സ്കൂൾ മാനേജർ ലിസി ജേക്കബ് ആശംസയർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ശാലിനി നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓർമ്മകളിലെ കവിയച്ചൻ പുസ്തക പ്രകാശനം നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട്, നിരൂപകൻ EP രാജഗോപാലന് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ മകൾ വി. ലീല അമ്മാളിന്റെ 95-ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചാണ് വി. ലീല അമ്മാളും മകൾ ജയശ്രീ വടേക്കളവും ചേർന്നെഴുതിയ കോഴിക്കോട് പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഓർമ്മകളിലെ കവിയച്ചൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് നടന്നു. പ്രിയ മാവിലക്കണ്ടോത്തിന്റെ അവതരണത്തോടെ തുടങ്ങിയ പരിപാടിയിൽ വി. ലീല അമ്മാൾ, വി. രവീന്ദ്രൻ നായർ എന്നിവർ ദീപപ്രജ്വലനം നടത്തി. വിശ്വംഭരൻ വെള്ളിക്കോത്ത് പ്രാർത്ഥനാഗാനാലാപനം നടത്തി. പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട്, നിരൂപകൻ EP രാജഗോപാലന് ഓർമ്മകളിലെ കവിയച്ചൻ പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. എല്ലാം ചേരുമ്പോൾ മാത്രമേ നമുക്ക് കുഞ്ഞിരാമൻ നായർക്ക് തന്നെ കുഞ്ഞിരാമൻ നായർ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയിൽ ആദ്യത്തേതിൽ അദ്ദേഹം ഒരുപാട് തവണ ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണമായിരുന്നു അദ്ദേഹത്തിന് കവിത എന്ന് നമുക്കറിയാം. ഞാൻ ആരാണ് എന്നൊരു കവിതയിൽ അദ്ദേഹം പൊങ്ങുമീ അലകളിൽ മുങ്ങാതെ കിടക്കുന്ന ഞാൻ ആരെന്നറിയാമോ എന്ന് കുഞ്ഞിരാമൻ നായർ വിളിച്ചു ചോദിക്കുന്ന സന്ദർഭവുമുണ്ട്. അപ്പോൾ കവിയെ തന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് പിടികിട്ടുന്ന ഒരു നിലയിലുള്ള ഒരു മനുഷ്യനല്ല കുഞ്ഞിരാമൻ നായർ. നമ്മുടെ ചെറിയ മാപിനികളിൽ ഒരു വീടിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു മകളുടെ നോട്ടത്തിലോ ഭർത്താവിൻ്റെ നോട്ടത്തിലോ ഭാര്യയുടെ നോട്ടത്തിലോ അമ്മാവൻ്റെ നോട്ടത്തിലോ അനിയൻ്റെ നോട്ടത്തിലോ കിട്ടുന്ന ഒരു മനുഷ്യനല്ല കുഞ്ഞിരാമൻ നായർ. നമ്മളെയൊക്കെ അങ്ങനെ കിട്ടും. കാരണം നമ്മളൊക്കെ ഇതിൽ അടങ്ങി ഒതുങ്ങി എല്ലാ വ്യവസ്ഥകൾക്കും ഒതുങ്ങി നിൽക്കുന്ന പാവപ്പെട്ട ചെറിയ ചെറിയ മനുഷ്യരും എഴുത്തുകാരും ഒക്കെയാണ്. പക്ഷെ കുഞ്ഞിരാമൻ നായർ അങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് പഠനങ്ങളും എഴുത്തുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിരാമൻ നായരെ കുറേശ്ശെയെങ്കിലും മനസ്സിലാകൂ നമുക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. കവി മാധവൻ പുറച്ചേരി അധ്യക്ഷത വഹിച്ചു. ആരാലും പിടികൊടുക്കപ്പെടാത്ത കവിയായിരുന്നു P. കുഞ്ഞിരാമൻ നായർ എന്നും ഓരോ എഴുത്തും വേറിട്ട അധ്യായങ്ങളാണെന്നും അംബികാസുധൻ മാങ്ങാട് അഭിപ്രായപ്പെട്ടു. സീതാദേവി കരിയാട്ട് പുസ്തക പരിചയം നടത്തി. ലീല ടീച്ചർക്കുള്ള സ്നേഹോപഹാരം കവി നാലപ്പാടം പത്മനാഭൻ സമർപ്പിച്ചു.
കസ്തൂരിമാൻ സിനിമയിൽ കവിത ആലപിച്ച ഗായകൻ രാജീവൻ വെള്ളിക്കോത്തിനുള്ള സ്നേഹോപഹാരം മുരളി വടേക്കളം നൽകി. എം പൊക്ലൻ, ദിവാകരൻ വിഷ്ണുമംഗലം, നാലപ്പാടം പത്മനാഭൻ, ബാലഗോപാലൻ കാഞ്ഞങ്ങാട്, പി അശോകൻ മാസ്റ്റർ, കെ വി വിദ്യാധരൻ, വി സുരേഷ് മാസ്റ്റർ, വിനു വേലാശ്വരം എന്നിവർ സംസാരിച്ചു. ജയശ്രീ വടേക്കളം മറുമൊഴി ഭാഷണം നടത്തി. ജയദേവൻ വടേക്കളം സ്വാഗതവും മുരളീധരൻ വടേക്കളം നന്ദിയും പറഞ്ഞു. തുടർന്ന് മഹാകവി പിയുടെ സർഗാത്മക ജീവിതം ആധാരമാക്കി നാലപ്പാടം പത്മനാഭൻ രചനയും സംവിധാനവും നിർവഹിച്ച കസ്തൂരിമാൻ സിനിമ പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർക്കിടക മാസത്തിൽ ഔഷധ വിഭവങ്ങളുടെ കലവറയുമായി ഹോസ്ദുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്രം മഹിളാ സംഘം. ക്ഷേത്രം മഹിളാ സംഘത്തിലെ 35 വനിതകൾ തങ്ങളുടെ ഇഷ്ടവിഭവവുമായി പ്രദർശനത്തിൽ പങ്കെടുത്തു. ഹോസ്ദുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്രം മഹിളാ സംഘം, ശ്രീകൃഷ്ണ കുടുംബശ്രീ എന്നിവരുടെ കൂട്ടായ്മയിൽ കർക്കിടക മാസ ഔഷധ വിഭവങ്ങളുടെ പ്രദർശനം നടത്തി. സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാക്കാൻ സാധ്യതയുള്ള കർക്കിടക മാസത്തിൽ ഇതിനെ പ്രതിരോധിക്കുന്നതിനും പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഇലകൾ ഉപയോഗിച്ച് ഔഷധ ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇലക്കറികളുടെ പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന്റെയും ഭാഗമായാണ് പ്രദർശനം നടത്തിയത്. ക്ഷേത്രം മഹിളാ സംഘത്തിലെ 35 വനിതകൾ തങ്ങളുടെ ഇഷ്ടവിഭവവുമായി പ്രദർശനത്തിൽ പങ്കെടുത്തു. അപൂർവ ഔഷധ സസ്യങ്ങളും വീട്ടുമുറ്റത്ത് സുലഭമായി ലഭിക്കുന്ന ചെടികളും ഉപയോഗിച്ചുകൊണ്ടുള്ള തോരൻ, സാമ്പാർ വിഭവങ്ങൾ, പുളിശ്ശേരി, പായസം, ഇഡലി തുടങ്ങിയ രുചികരവും ഔഷധ ഗുണവുമുള്ള 35 വ്യത്യസ്ത വിഭവങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. ക്ഷേത്രം പ്രസിഡന്റ് HR ശ്രീധരൻ പ്രദർശനമേള ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം പ്രസിഡന്റ് സാവിത്രി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ശങ്കര ഹെഗ്ഡെ, സെക്രട്ടറി നാഗരാജ ഹെഗ്ഡെ, ട്രഷറർ HR വസന്തൻ, ശ്രീകൃഷ്ണ ക്ലബ് സെക്രട്ടറി HJ പ്രവീൺ കുമാർ, ക്ലബ് അംഗം യോഗേഷ് ഹെഗ്ഡെ, ശ്രീകൃഷ്ണ കുടുംബശ്രീ സെക്രട്ടറി ഗീത ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. മാസത്തിലെ ഒരു ദിവസമായ ഇന്ന് ഇലക്കരി, കർക്കട്ട കഞ്ഞു, കുറേ വിഭവങ്ങളായിട്ട് 35 വിഭവങ്ങളായിട്ട് പുതിന ചമ്മന്തി, പിന്നെ ചക്കക്കുരു വറവ്, ദാല്, പുതിന ദാല്, പാലക്ക് ദാല്, പിന്നെ ചേമ്പിൻ്റെ ദാല്, മറ്റേ ചക്ക ഇഡലി, ചക്ക ഇടിയപ്പം, പിന്നെ പാൽക്കഞ്ഞി, മെന്തക്കഞ്ഞി, പിന്നെ നെല്ലിക്കായി ജ്യൂസു, ചക്കാട, ഇങ്ങനെ കുറേ വിഭവങ്ങളായിട്ട് ഒരു സദ്യ സംഘടിപ്പിച്ചിന്. മഹിളാ സംഘം സെക്രട്ടറി കുസുമ ഹെഗ്ഡെ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന കെ സുകുമാരൻ ആനന്ദാശ്രമത്തിന്റെ 2ാം ചരമവാർഷിക ദിനം മാവുങ്കാൽ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന അർപ്പിച്ചു. അജാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന കെ സുകുമാരൻ ആനന്ദാശ്രമത്തിന്റെ 2ാം ചരമവാർഷിക ദിനം മാവുങ്കാൽ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയർപ്പിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ പരിപാടിയിൽ അജാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ കാട്ടുകുളങ്ങര അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സതീശൻ പറക്കാട്ടിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. സുകുമാരന്റെ ഈ വിയോഗം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്തൊരു നഷ്ടം തന്നെയാണ്. കാരണം യാതൊരു ആവേശം കൂടാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സുകുമാരൻ. എന്ത് തെറ്റ് അനീതി കണ്ടു കഴിഞ്ഞാലും അത് സമൂഹത്തിൽ എവിടെയായാലും ഏത് പാർട്ടിയിലായാലും അവിടെ മുമ്പിൽ നിന്നുകൊണ്ട് അതിനെ എതിർത്തൊരു വ്യക്തിയായിരുന്നു സുകുമാരൻ. സുകുമാരൻ്റെ വിയോഗം നമ്മളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടാക്കിയത് നമ്മുടെ ഈ കഴിഞ്ഞ ഇലക്ഷൻ കാലഘട്ടത്തിലാണ്. കാരണം അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ രാപ്പകൽ ഭേദമന്യേ നമ്മളെയൊക്കെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ഉടനടി എല്ലാവർക്കും പോയി എല്ലാവരെയും കാണണം, ഒരാളെയും വിട്ടുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും നിസ്വാർത്ഥ സേവനം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു സുകുമാരൻ. ഈ സുകുമാരൻ അതുപോലെ തന്നെ യാതൊരു പദവിയും ആഗ്രഹിച്ചിരുന്ന വ്യക്തിയുമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ഒന്നിച്ചാണ് ഈ നമ്മുടെ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ അദ്ദേഹം ഈ മരിച്ച ഈ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന്
വ്യത്യസ്തമാണ് നേതൃത്വം. മേഖലാ കോൺഗ്രസ് പ്രസിഡന്റ് നാരായണൻ എക്കാൽ, കുഞ്ഞിരാമൻ എക്കാൽ, വിമല കുഞ്ഞികൃഷ്ണൻ, പ്രഭാകരൻ കുന്നുമ്മൽ, പ്രേമ പുതിയകണ്ഠം, ഉഷ പ്രഭാകരൻ, വിനു മൂലക്കണ്ടം, കുഞ്ഞികൃഷ്ണൻ കുറ്റിയാട്ട്, മനോജ് താമരക്കുഴി, അനിൽ കെ രാംനഗർ, ആർ കുഞ്ഞിരാമൻ ആനന്ദാശ്രമം, സൂരജ് മാവുങ്കാൽ, സതീശൻ മാവുങ്കാൽ, മനോജ് മൂലക്കണ്ടം എന്നിവർ സംബന്ധിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറി ഗദ്ദാഫി മൂലക്കണ്ടം സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിൽ വിവിധ കേസുകളിലായി പിടികൂടിയ 82 കോടിയുടെ മയക്കുമരുന്ന് നശിപ്പിച്ചു. 59 NTPS കേസുകളിൽ ഉൾപ്പെട്ട ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. ചെറുവത്തൂരിൽ മലഞ്ചരക്ക് സ്ഥാപനത്തിൽ തീപിടുത്തം. ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. പെരുമ്പള ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തി 28 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം. ആശങ്കയിൽ സ്കൂൾ അധികൃതർ. പൈവളികയിൽ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന്റെ പേരുമാറ്റി മറ്റൊരാളുടെ പേര് പഞ്ചായത്തിലെ മരണ രജിസ്റ്റർ ബുക്കിൽ എഴുതി ചേർത്തതായി പരാതി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. 80 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. കാസർഗോഡ് വട്ടംപാറയിൽ ഡോക്ടർ M വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഹൃദയാഘാതമെന്ന് പ്രാഥമിക നിഗമനം. ഒരു കൗതുക വാർത്തയോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും പരിശോധനാ സംഘം സംശയാസ്പദമായി ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി. സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് ആൾ ഓടക്കുഴൽ വായന വിദ്വാനാണെന്ന് മനസ്സിലായത്. പിന്നാലെ കൗതുകത്തിന് ഒരു ഗാനം ഈണമിടാൻ പറഞ്ഞപ്പോൾ മനോഹരമായ ഒരു ഹിന്ദി ഗാനത്തിനാണ് ഇദ്ദേഹം ഈണമിട്ടത്. പിന്നീട് ഇദ്ദേഹത്തെ വെറുതെ വിട്ടു. ഈ ദൃശ്യങ്ങൾ കാണാം.